നമസ്കാരം. ഇന്ത്യ വിരുദ്ധത എന്നത് പാകിസ്ഥാനിലോ തുർക്കിയിലോ പോട്ടെ ചൈനയിലോ പോലും ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇന്ത്യയുടെ അസാധാരണമായ വളർച്ചയും ഹൈന്ദവ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി അവർ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതും നിരവധി പേരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിനുണ്ടായിരിക്കുന്ന വളർച്ച നിരവധി പേരുടെ ഉറക്കം കെടുത്തുന്നു. എതിർ രാഷ്ട്രീയ പാർട്ടികളെ തീരെ ബഹുമാനിക്കാതെ ജനാധിപത്യത്തിന് നിരക്കാത്ത പല നാടകങ്ങളും BJPയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്നത് ഖേദകരമാണെങ്കിലും രാജ്യസ്നേഹത്തിൻ്റെയും രാഷ്ട്ര പാരമ്പര്യത്തിൻ്റെയും സംരക്ഷണ കാര്യത്തിൽ BJP സർക്കാരിനെ ദേശസ്നേഹികൾക്ക് പഴിക്കാൻ പറ്റില്ല. രാജ്യത്തിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അന്തസ്സുണ്ടാക്കി കൊടുക്കുന്നതും രാജ്യത്തിൻ്റെ ഭരണതലവന്മാർക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സ്വീകാര്യത കൊടുക്കുന്നതുമൊക്കെ മോദിക്ക് ശേഷം സംഭവിക്കുന്ന മഹത്തായ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ത്യയുടെ വളർച്ച ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തുന്നു. കൃത്യമായ പരിശീലനം കിട്ടിയാൽ, സാങ്കേതിക ജ്ഞാനം കിട്ടിയാൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ യുവജനത ഇന്ത്യക്കുണ്ട് എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ കഴിയുന്നിടത്തോളം സമയം ഇന്ത്യ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. ട്രംപിനൊക്കെ ഇന്ത്യയോടുള്ള കുശുമ്പ് തന്നെ ഈ കാരണത്താലാണ്. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യ വിരുദ്ധരെ തീറ്റിപ്പോറ്റുന്ന ചില നിഗൂഢ സംഘങ്ങളുണ്ട്. ജോർജ് സോറോസിനെ പോലുള്ളവർ ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയം നിലനിർത്താൻ ഏതറ്റം വരെ ഫണ്ട് മുടക്കി നേരിട്ടിറങ്ങാറുണ്ട്. അങ്ങനെ ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു അമേരിക്കൻ കോൺഗ്രസ് വുമണാണ് ഇൽഹാൻ ഒമർ. ഇൽഹാൻ ഒമറിൻ്റെ രാഷ്ട്രീയം തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്. എവിടെയെല്ലാം ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ കഴിയുമോ അവിടെയൊക്കെ അവർ ഇന്ത്യക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം പാകിസ്ഥാനെ അവർ ചേർത്ത് പിടിക്കും. പാക് അധിനിവേശ കശ്മീരിൽ വന്ന് ഇന്ത്യ വിരുദ്ധ വിപ്ലവത്തിന് അവർ ആഹ്വാനം ചെയ്തപ്പോൾ ഇന്ത്യ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷേധിച്ചതാണ്. ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് വേണ്ടി മാത്രം അമേരിക്കയിൽ ഇൻഡോ അമേരിക്കൻ മുസ്ലിം ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന കൂടെ ഇന്ത്യ വിരുദ്ധ പ്രമേയങ്ങൾ അവതരിപ്പിക്കും. അവരുടെ ഒരു ആനുവൽ കോൺഫറൻസിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത് ഇൽഹാൻ ഒമർ പറഞ്ഞത് ഇന്ത്യ ജനോസൈഡിൻ്റെ 8ാം സ്റ്റേജിലാണെന്ന്. ജനോസൈഡ് എന്ന് വെച്ചാൽ വംശഹത്യ. അതായത് ഒരു ജനതയെ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വംശത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കുന്നതാണ് ഈ വംശഹത്യ. നമുക്കറിയാവുന്ന വംശഹത്യ ഹിറ്റ്ലർ ജൂതന്മാരോട് നടത്തിയതാണ്. പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലപ്പോഴും വംശഹത്യകൾ അരങ്ങേറിയിട്ടുണ്ട്. ഒരാൾ ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗോത്രത്തിൽ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മതത്തിൽ ജനിച്ചതുകൊണ്ട് അവർ ഈ ലോകത്ത് ജീവിക്കേണ്ടതില്ല എന്ന് കരുതുന്നതാണ് വംശഹത്യ. അത്തരമൊരു വംശഹത്യയുടെ രാഷ്ട്രമാണെന്നും ഇവിടുത്തെ മുസ്ലിം ജനതയെ ഇന്ത്യ ഇല്ലാതാക്കുകയാണ് എന്നും ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞിരിക്കുകയാണ് ഈ പെണ്ണുപിള്ള. ഇന്ത്യയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കറിയാം അവർക്ക് മതത്തിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന്. മുസ്ലിം വിരോധമുള്ള ആളുകൾ ധാരാളമുണ്ടെങ്കിലും ഒരാൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഇവിടെ ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും അധികം മുസ്ലിം ജനതയിൽ വർധനയുണ്ടാകുന്ന രാഷ്ട്രങ്ങളിലൊന്നായി ഇന്ത്യ മാറുന്നത്. ഇന്ത്യയിൽ മുസ്ലിം വംശഹത്യ നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ മുസ്ലിം ജനസംഖ്യ ഇതുപോലെ വർദ്ധിക്കും? അതേസമയം തൊട്ടയൽപക്കത്തുള്ള ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ പാകിസ്ഥാനിലുണ്ടായിരുന്ന സിഖുകാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇപ്പോൾ എവിടെ പോയി? അവിടെ അവർ നാമമാത്രമായി. ഇപ്പോഴും അവർ വംശഹത്യക്കിരയാവുന്നു. എന്നാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു. ഇതൊന്നും തിരിച്ചറിയാതെ ഇന്ത്യ വംശഹത്യയുടെ രാഷ്ട്രമാണ് എന്ന് പറയണമെങ്കിൽ, ഇവിടെ വംശഹത്യയുടെ 8ാം സ്റ്റേജാണ് എന്ന് പറയണമെങ്കിൽ എന്തൊരു അന്ധയായിരിക്കണം, എന്തൊരു ഇന്ത്യ വിരോധിയായിരിക്കണം ഈ സ്ത്രീ. ഇത്തരക്കാരെ എന്തിനു വേണ്ടിയാണ് അമേരിക്കൻ രാഷ്ട്രീയക്കാർ തീറ്റിപ്പോറ്റുന്നത്? അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കോൺഗ്രസ് അംഗമാണ് ഈ സ്ത്രീ എന്നോർക്കണം. ഇത്തരം സ്ത്രീകൾ പടച്ചുവിടുന്ന പൊതുബോധം വിശ്വസിക്കുന്ന അനേകം നിരപരാധികളായ മനുഷ്യരുണ്ടാവും. എന്നാൽ ഏതു സമൂഹത്തിൽപ്പെട്ടവർക്കും ഇവിടെ ജീവിക്കാമെന്നും ഇവിടെ ജീവിക്കുന്നൊരു മനുഷ്യനും മതം ഒരു വിഘാതമല്ല എന്നും ഭരണഘടനയാണ് വലുതെന്നും മനസ്സിലാക്കാൻ അവരൊക്കെ ഇവിടെ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ അപമാനിക്കുന്ന ഇത്തരം വൃത്തികെട്ട ജന്മങ്ങളെ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. സൊമാലിയിൽ നിന്നും അനധികൃതമായി എത്തിയ ആളാണ് ഈ സ്ത്രീ എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. എന്തായാലും അവർ നിരന്തരം ഇന്ത്യക്കെതിരെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം വിഷസർപ്പങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ബൈജു സ്വാമി ഇങ്ങനെ എഴുതിയത്. ട്രംപ് വട്ടനാണെങ്കിലും അയാളുടെ ആഭ്യന്തര നയങ്ങൾ കാലോചിതമാണെന്ന് ഞാൻ പലപ്പോഴും തുറന്നെഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയിലെ വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനെന്ന് പറഞ്ഞ് കുടിയേറിയിട്ട് ആൻറ്റിസെമിറ്റിസം വളർത്താൻ ഇസ്ലാമിസ്റ്റുകളുടെയും സോറാസ് പോലെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെയും പെയ്ഡ് ഏജന്റായി പ്രവർത്തിക്കുന്നവരെ പിടിച്ച് ജയിലിലിടുകയും വിസ ക്യാൻസൽ ചെയ്ത് ഡീപ്പോർട്ട് ചെയ്യുന്നതും പിന്തുണ ഞാൻ കൊടുക്കും. കാരണം ലോകത്തിലെ ഏറ്റവും ഫ്രീ സൊസൈറ്റികളിൽ ഒന്നായ അമേരിക്കയിലെ ജനാധിപത്യ അവകാശം
ഉപയോഗപ്പെടുത്തുന്നവർ ഇപ്പറഞ്ഞ ഇസ്ലാമിക രാജ്യങ്ങളിലെ മതഭരണകൂടത്തെയും രാജവാഴ്ചയും കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല. അവർ വരുന്ന രാജ്യങ്ങളെക്കുറിച്ചല്ലാത്ത കരുതലാണ് അവർക്ക് അമേരിക്കയെക്കുറിച്ച്. ഇതിപ്പോൾ പറയാനുള്ള കാരണം സോമാലി എന്ന പട്ടിണി രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിൽ വലഞ്ഞ് റെഫ്യൂജി ക്യാമ്പിൽ ജീവിച്ച എലൻ ഒമർ എന്ന US കോൺഗ്രസിൽ അംഗമായ ഇസ്ലാമിക് ആക്ടിവിസ്റ്റ് നടത്തിയ ചില ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ വായിച്ചപ്പോഴാണ് അവൾ അടിച്ചുവിടുന്നു ഇന്ത്യ 8th സ്റ്റേജ് ജനോസൈഡ് നടക്കുകയാണെന്ന്. എത്ര ഗുരുതരമായ പ്രസ്താവനയാണെന്ന് നോക്കൂ. റോഡിലൂടെ നടക്കുന്ന ഏതെങ്കിലും അലവലാതി ഇസ്ലാമിറ്റ് പറയുന്നത് പോലെ അല്ല അമേരിക്കൻ നിയമനിർമ്മാണ സഭയിലെ അംഗം പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള വിവരം പോലുമില്ലാത്ത അലവലാതി എന്ന് പറയാനാകൂ. ജനോസൈഡ് എന്നാൽ വംശീയ കുട്ടക്കല എന്നാണ് അർത്ഥം. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ജനോസൈഡ് എന്ന് വിളിക്കാവുന്ന ഒന്നും സ്വാതന്ത്ര്യാനന്തരം നടന്നിട്ടില്ല. ഇനി ഗുജറാത്തിൽ നടന്നതാണെങ്കിൽ അത് കലാപമായിരുന്നു. ഇന്ത്യയിൽ ധാരാളം കലാപങ്ങൾ അതിനു മുൻപും ശേഷവും നടന്നിട്ടുണ്ട്. കലാപം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് റയറ്റ് എന്നാണ്. ജനോസൈഡ് എന്നത് വംശഹത്യയും. ഗുജറാത്ത് കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം മൻമോഹൻ സിംഗ് സർക്കാർ ലോക്സഭയിൽ വെച്ച ഔദ്യോഗിക കണക്ക് പ്രകാരം 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളുമെന്നാണ്. ഇനി കലാപത്തിൻ്റെ കാര്യമെടുത്താൽ ഇപ്പോഴും നടക്കുന്ന മണിപ്പൂർ കലാപം പോലും ജനോസൈഡ് എന്ന് വിളിക്കാനാകില്ല. അത്രയെങ്കിലും ഉറപ്പോടെ ഇന്ത്യയിൽ ജനോസൈഡ് ഇല്ല എന്ന് ഉത്തമ ബോധ്യത്തോടെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനാകും. ഐലൻ ഒമർ പോലെയുള്ള അലവലാദികൾ സോറാസിൻ്റെയും ഇസ്ലാമിസ്റ്റുകളുടെയും വെള്ളിക്കാശിന് വേണ്ടി അവർ കുടിയേറിയ സോമാലിയെ പോലെ ഇന്ത്യ ആക്കരുതെന്നേ പറയാനുള്ളൂ. കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഒരു ഡിപ്ലോമാറ്റിക് പ്രൊട്ടസ്റ്റ് നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. പാകിസ്ഥാൻ എല്ലാം ശുഭമാണെന്ന് പറയുന്നു, സൊമാലിയയെ ആദരിക്കുന്നു, എന്നാൽ ഇന്ത്യയിൽ വംശഹത്യയാണെന്ന് പറയുന്നു. ഇറാനെതിരെ പോലും പ്രതിരോധിക്കാൻ ഇവർക്ക് ശേഷിയില്ല. ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനാധിപത്യമില്ലായ്മയും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ജനാധിപത്യം അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, ബഹുസ്വരതയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ഏതു മതത്തിലും വിശ്വസിച്ച് ജീവിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെടേണ്ടിയിരിക്കുന്നു.